Good afternoon. Metallurgy and Machine Tools second module കടക്കാണ് നമ്മൾ ഇന്ന്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ഒരു പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കട്ടിംഗ് ടൂളും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിങ്ങും അതുപോലെ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൂളൻ്റുകളുണ്ട് അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡുകളുണ്ട്. അവയെക്കുറിച്ചിട്ടുമാണ് ഒരു പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ടൂളിനെ കുറിച്ചിട്ടാണ്. അതിൽ മെഷീൻ ടൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മെഷീൻ ടൂൾ എന്ന് പറയുന്നത് ലെയ്ത്താണ്. അപ്പോൾ അതിൽ ലെയ്ത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്, ഫങ്ഷൻ ഓഫ് ലെയ്ത്ത്, അതുപോലെ ഒരു ലെയ്ത്ത് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം, കൂടാതെ ലെയ്ത്ത് ആക്സസറീസ് ഏതെല്ലാമാണ്, ലെയ്ത്തിലെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ഏതെല്ലാമാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺ എ ലെയ്ത്ത്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്പർ ടേണിംഗ് മെത്തേഡ്സ്, അതുപോലെ ത്രെഡ് കട്ടിംഗ് എങ്ങനെയാണ് ലെയ്ത്തിൽ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ലെയ്ത്ത് ആൻഡ് ലെയ്ത്ത് വാക്കിൽ പഠിക്കാനുള്ളത്. അത് നമ്മുടെ മൊഡ്യൂൾ 2 രണ്ടാമത്തെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് മൊഡ്യൂൾ 2 നോക്കുന്നത്. നമുക്ക് നേരിട്ട് കടക്കാം. സോ ലെയ്ത്ത് നിങ്ങൾ എന്തായാലും വർക്ക്ഷോപ്പിൽ എല്ലാവരും കണ്ടതാണ് അല്ലേ? S3 വർക്ക്ഷോപ്പിൽ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. S4 വർക്ക്ഷോപ്പിൽ കുറച്ച് പേരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. കുറേ ആൾക്കാർ എന്തായാലും ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിനെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഒരു മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ? മെഷീൻ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർ, നമ്മളൊരു എക്സ്റ്റേണൽ പവർ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പവർ യൂസ് ചെയ്ത് മെഷീനിങ് നടത്തുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഒരു മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. മെഷീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെറ്റീരിയൽ റിമൂവലാണ് മെഷീനിങ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ സ്യൂട്ടബിൾ സൈസിലേക്കും ഷേപ്പിലേക്കും പ്രൊഡക്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് മെഷീനിങ് പ്രോസസ്സ്. സോ അത്തരത്തിലെ മെഷീനിങ് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷീനാണ്, ഒരു പർട്ടിക്കുലർ ടൂളാണ് എന്ത് മെഷീൻ ടൂൾ എന്ന് നമുക്ക് പറയാം. സോ അതിൽ വരുന്ന ഫണ്ടമെൻ്റലി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മെഷീൻ ടൂൾ എന്ന് പറയുന്നത് ലെയ്ത്ത് ആണ്. ബിക്കോസ് ലെയ്ത്ത് മെഷീൻ ഈസ് നോൺ ആസ് ദ മദർ ഓർ ഫാദർ ഓഫ് ദി എൻറ്റയർ ടൂൾ ഫാമിലി. എല്ലാ മെഷീൻ ടൂൾ ഫാമിലിയിലെ അതിൻ്റെ ഫാദർ ഓർ മദർ എന്നറിയപ്പെടുന്നത് ഈ ഒരു മെഷീനാണ്. ബാക്കിയുള്ള മെഷീൻസ് എല്ലാം ഇതിൽ നിന്ന് മോഡിഫിക്കേഷൻ വരുത്തി അല്ലെങ്കിൽ ചെറിയ രൂപമാറ്റങ്ങളും വേഗമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ബാക്കിയുള്ള മെഷീൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലെയ്ത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാവും, കുറേ ആൾക്കാർ കണ്ടതാണ്, അറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ നോക്കാം. സോ ലെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷീൻ ടൂൾ യൂസ്ഡ് ടു റിമൂവ് ദ മെറ്റൽ ഫ്രം എ വർക്ക് ടു ഗീവ് ഇറ്റ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. അതായത് ഒരു മെഷീൻ ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അതിലെന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് ഉണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ വർക്കിനെ കൃത്യമായ ഒരു സൈസിലേക്കും ഷേപ്പിലേക്കും നമുക്കതിനെ എത്തിക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താ ചെയ്യുന്നത്? അവിടുത്തെ മെറ്റീരിയൽ, ആ വർക്കിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ആവശ്യമായില്ലാത്ത മെറ്റീരിയലിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്. ഓക്കെ, അതാണ് ലെയ്ത്ത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ലെയ്ത്ത് അത് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുന്നത്? ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ റൊട്ടേറ്റിംഗ് ദ വർക്ക് അഗെയിൻസ്റ്റ് എ സ്റ്റേഷനറി കട്ടിംഗ് ടൂൾ ആൻഡ് ദ മെറ്റീരിയൽ വിൽ ബി റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ്. അതായത് ഈ ഒരു മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആ വർക്ക് നമ്മളൊരു പർട്ടിക്കുലർ മെഷീൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വർക്കിനെ ഫിക്സ് ചെയ്ത് ആ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ വർക്കിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മെഷീൻ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട്.
അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിലേക്ക് നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ഹാർഡ് ആയിട്ടുള്ളൊരു കട്ടിംഗ് ടൂൾ, ഹാർഡ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളെ വർക്കിനെക്കാട്ടും ഹാർഡ്നെസ് കൂടിയ ടൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡായ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്നാലേ നമുക്ക് മെറ്റീരിയൽ റിമൂവൽ സാധ്യമാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റേഷനറി കട്ടിംഗ് ടൂൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റൊട്ടേറ്റിംഗ് വർക്ക് പീസിനെ എഗെയിൻസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ റിമൂവൽ സാധ്യമാവുന്നത്. അങ്ങനെ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഒരു ചിപ്പായിട്ട് എന്ത് ചെയ്യും, അത് മെറ്റീരിയൽ റിമൂവൽ ചിപ്പായിട്ട് എന്ത് ചെയ്യും, നടക്കും. ഓക്കെ, ചിപ്പ് ഫോമിൽ മെറ്റീരിയൽസ് റിമൂവ് ആവും. സോ അതാണ് ലെയ്ത്തിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലെയ്ത്തിന്റെ ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ 2 പോയിന്റ് ഓർത്തിരിക്കുക. സോ നിങ്ങളെല്ലാവരും ഈ ലെയ്ത്ത് കണ്ടതാണ്, നമ്മുടെ കോളേജിലും ലെയ്ത്തുള്ള എല്ലാവരും കണ്ടതാണ്, കുറേ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. സോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സോ സിമ്പിളായിട്ട് ഒരു ലെയ്ത്താണ് നിങ്ങൾ കാണുന്നത്. അപ്പം അതിൻ്റെ മെയിൻ പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അറിയാത്തവരെ നോക്കുക, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ഒരു സിമ്പിൾ ലെയ്ത്ത്. ഇതൊരു സെൻറ്റർ ലെയ്ത്ത് ആണ് കേട്ടോ, ഇതൊരു സെൻറ്റർ ലെയ്ത്ത് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ അതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത് ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലെയ്ത്തിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ലെയ്ത്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത് ആണ്. നമുക്കൊരു 7 ടൈപ്പ് ഓഫ് ലെയ്ത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ 7 ടൈപ്പ് ലെയ്ത്ത് നമുക്ക് ഉണ്ട്. അത് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, എന്താണ് ഓരോ ലെയ്ത്തും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ആണ് സ്പീഡ് ലെയ്ത്ത്. എന്താണ് സ്പീഡ് ലെയ്ത്ത്? ഇറ്റ് ഈസ് നെയ്മഡ് ബിക്കോസ് ഓഫ് വെരി ഹൈ സ്പീഡ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. നിങ്ങൾ നോക്കുക, ഏതൊരു ലെയ്ത്തിനെയും ബേസിക് ആയിട്ടുണ്ടാവുന്ന പാർട്ടുകൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഏത് ലെയ്ത്ത് എടുത്താലും അതിന് ബേസിക് ആയിട്ടുണ്ടാവുന്ന പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ലെയ്ത്ത് ബെഡ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ലെയ്ത്ത് ബെഡ്. ആ ലെയ്ത്ത് ബെഡ് ഇതാണ് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ ലെയ്ത്ത് ബെഡ് കേട്ടോ. അപ്പം ലെയ്ത്ത് ബെഡ്, അതുപോലെ തന്നെ ഒരു ഹെഡ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ഒരു ടെയിൽ സ്റ്റോക്ക്. അത് ഓക്കെ, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 ബേസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏതൊരു ലെയ്ത്ത് എടുത്താലും അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കമ്പോണൻ്റ് ആണ് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ബെഡ്, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബേസ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ലെയ്ത്തിനും ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ലെയ്ത്തിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നെയ്മഡ് ബിക്കോസ് ഓഫ് വെരി ഹൈ സ്പീഡ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ. നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഹെഡ് സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഒരു സ്പിൻഡിലുണ്ട്. സ്പിൻഡിൽ മീൻസ് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആണ്, ഹോളോ ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആണ്. ഓരോ ഷാഫ്റ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സിംപിളി നിങ്ങളൊരു ഓരോ സിലിണ്ടർ ആണ് എന്നുള്ളത് നിങ്ങളത് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ഓരോ സിലിണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ചക്ക് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാം. ആ ചക്കിലേക്ക് ആണ് ചക്ക് എന്ത് ചെയ്തൊക്കെയാണ് ആ സ്പിൻഡിലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ചക്കിൽ ഫിക്സ് ചെയ്തിട്ടുള്ള വർക്ക് പീസ് എന്ത് ചെയ്യും, റൊട്ടേഷൻ നടക്കും. അങ്ങനെ ഈ സ്പീഡ് ലെയ്ത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഹെഡ് സ്റ്റോക്കിന്റെ സ്പിൻഡിലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മറ്റ് ലെയ്ത്തുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്, വളരെ ഹൈ സ്പീഡിലാണ് സ്പീഡ് ലെയ്ത്തിൽ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ നടക്കുന്നത്. അതുപോലെ ഇതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ലെയ്ത്തിലും ഉണ്ടായിരിക്കും, സ്പീഡ് ലെയ്ത്തിലും ഉണ്ടായിരിക്കും. ഹെഡ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അതുപോലെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടൂൾ പോസ്റ്റും, അതും ബേസിക് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടൂൾ പോസ്റ്റ്. അപ്പം ഇത് എല്ലാം എന്തുണ്ടാവും നമ്മുടെ സ്പീഡ് ലെയ്ത്തിലും അത് അതേപടി ഉണ്ട്. ബട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഇറ്റ് ഹാസ് നോ ഗിയർ ബോക്സ്, ലീഡ് സ്ക്രൂ ആൻഡ് കാരേജ്. കാരേജ് എന്ന് പറയുന്ന ആൾ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ കാരേജ്. ഈ പോർഷനാണ് നമ്മുടെ കാരേജ് എന്ന് പറയുന്നത്. ഈ കാരേജ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗിയർ ബോക്സ്, നമ്മുടെ ഹെഡ് സ്റ്റോക്കിന്റെ ഉള്ളിൽ ഗിയർ ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഫീഡ് ബോക്സിന്റെ ഉള്ളിൽ ഗിയർ ബോക്സ് വെക്കാറുണ്ട്. അത്തരത്തിലുള്ള ഗിയർ ബോക്സുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലീഡ് സ്ക്രൂ, ഈ കാണുന്ന ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന ആളുണ്ടാവില്ല. അതുപോലെ ഫീഡ് റോഡ്,
ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ലീഡ് സ്ക്രൂ, ഫീഡ് റോഡ്, അതുപോലെ ഗിയർ ബോക്സ്, ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഗിയർ ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗിയർ ബോക്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സ്പീഡ് ലെയ്ത്തിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുക ആരൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള പാർട്ടുകളായ ഹെഡ് സ്റ്റോക്ക്, ബെഡ് ഉണ്ടായിരിക്കും, ടൈൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. An adjustable slide is provided on the bed on which tool is mounted and the cutting tool is manipulated by hand. നമ്മൾ ടൂൾ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റബിൾ സ്ലൈഡ്, അതായത് അങ്ങോട്ട് നമുക്ക് നീക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, ബെഡിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ സ്ലൈഡിന്റെ മുകളിലാണ് നമ്മളെ ടൂൾ പോസ്റ്റ് വെച്ചിട്ടുണ്ടാകുക. അതിലാവും നമ്മൾ ടൂളിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, അത് നമ്മൾ എങ്ങനെയാണ് ആ ടൂളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ബൈ ഹാൻഡ് ആണ്. നമ്മൾ സാധാരണ നമ്മൾ ലെയ്ത്തിൽ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. ബൈ ഹാൻഡ് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ സെൻട്രൽ ലെയ്ത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഹാൻഡ് ഉപയോഗിക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഫീഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഇട്ട് കൊടുത്താൽ അത് ഫീഡിങ് നടക്കും. എന്നാൽ സ്പീഡ് ലെയ്ത്തിൽ ഓൺലി ബൈ ഹാൻഡ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫീഡ് കൊടുക്കാൻ സാധ്യമായിട്ടുള്ളത്. ഓക്കെ. കട്ടിംഗ് ടൂളിന്റെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഓൺലി ബൈ ഹാൻഡ് ആണ്. സോ ഇത്തരത്തിലുള്ള സ്പീഡ് ലെയ്ത്തുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് ടേണിങ്, മെറ്റൽ സ്പിന്നിങ്, പോളിഷിംഗ് ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. വുഡ് ടേണിങ്, മെറ്റൽ സ്പിന്നിങ്, പോളിഷിംഗ് ഓപ്പറേഷൻസ്. കാരണം ഇത്തരം ഏരിയാസിൽ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് അല്ലെങ്കിൽ ഫീഡ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് കട്ട് ചെയ്യേണ്ട മെറ്റീരിയലിന്റെ അളവ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയലിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കൂടുതലല്ല, കുറവാണ്. അതുകൊണ്ട് അത്തരം അപ്ലിക്കേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് ലെയ്ത്ത് യൂസ് ചെയ്യുക. നമുക്ക് വളരെ കൂടുതൽ നല്ല സർഫസ് ഫിനിഷ് കിട്ടേണ്ട ആവശ്യം വരിക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മെറ്റീരിയൽ മാത്രം റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരിക. അപ്പോൾ അത്തരം കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് ലെയ്ത്ത് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിന് അങ്ങനത്തെ അപ്ലിക്കേഷൻസ് ആണ് വുഡ് ടേണിങ്, മെറ്റൽ സ്പിന്നിങ്, പോളിഷിംഗ് ഓപ്പറേഷൻസ്. ഓക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് ലെയ്ത്ത്, സ്പീഡ് ലെയ്ത്ത്. ദെൻ സെക്കൻഡ് വൺ എൻജിൻ ലെയ്ത്ത് ഓർ സെൻഡർ ലെയ്ത്ത്. എൻജിൻ ലെയ്ത്ത് ഓർ സെൻഡർ ലെയ്ത്ത്. ഇതാണ് നമ്മുടെ ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ലെയ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ലെയ്ത്ത് എന്ന് പറയുന്നത് എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലെയ്ത്ത് ആണ്. ഓക്കെ. വൈ അതിനെ എൻജിൻ ലെയ്ത്ത് എന്ന് വിളിക്കാനുള്ള കാരണം, നമ്മുടെ കോളേജിലൊക്കെ ഉള്ളത് എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലെയ്ത്ത് ആണ്. ഓക്കെ. എന്തുകൊണ്ടാണ് അതിനെ എൻജിൻ ലെയ്ത്ത് എന്ന് വിളിക്കുന്നത്? കാരണം പണ്ട് കാലത്ത് സ്റ്റീം എൻജിൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവ വർക്ക് ചെയ്തിരുന്നത്. ഇതിന് പവർ കിട്ടുന്നത് സ്റ്റീം എൻജിൻസ് വഴിയാണ്. അതുകൊണ്ടാണ് അതിനെ എൻജിൻ ലെയ്ത്ത് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടാനുള്ള കാരണം. So it is the most common type of lathe and is widely used in workshop. മോസ്റ്റ്ലി വർക്ക്ഷോപ്സിലെല്ലാം യൂസ് ചെയ്യുന്ന ലെയ്ത്ത് ആണ് എൻജിൻ ലെയ്ത്ത് ഓർ സെൻട്രൽ ലെയ്ത്ത്. നമ്മളെ കോളേജിൽ കണ്ടതാണ്. നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതിൻ്റെ ഫിഗർ. So the speed of the spindle can be widely varied as desired, which is not possible in a speed lathe. അതായത് നമ്മളെ സ്പീഡ് ലെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു. സ്പീഡ് ലെയ്ത്തിൽ നമുക്ക് സ്പിൻഡിലിൻ്റെ സ്പീഡ് വേരി ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവില്ല. നമുക്ക് മാക്സിമം ഒരു 1, 2, 3 സ്പീഡുകളിൽ അപ്പുറത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പീഡ് ലെയ്ത്തിൽ സ്പിൻഡിലിൻ്റെ സ്പീഡ് വേരി ചെയ്യാൻ കഴിയില്ല. അതായത് വർക്കിൻ്റെ സ്പീഡ്, വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ സ്പീഡ് ലെയ്ത്തിൽ അത്ര റേഞ്ച് ഓഫ് സ്പീഡ്സുകളൊന്നും അവൈലബിൾ അല്ല. 1, 2 സ്പീഡുകൾ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലെയ്ത്തിൽ ഡിഫറെൻറ്റ് സ്പീഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ നമ്മുടെ സ്പിൻഡിൽ എവിടെ കിടക്കുന്നത്, ഹെഡ് സ്റ്റോക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഹെഡ് സ്റ്റോക്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മേ ബി ഗിയർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കോൺ പുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. സ്പീഡ് കോൺ പുള്ളി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ആ പുള്ളി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. കൂടാതെ ബാക്ക് ഗിയേഴ്സ് അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ
ഈ എഞ്ചിൻ ലെയ്ത്തിലും അതിൻ്റെ എല്ലാ ബേസിക് പാർട്ടുകളും ഉണ്ടായിരിക്കും. ബെഡ് ഉണ്ടായിരിക്കും, ഹെഡ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ടെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും. അത് ബേസിക് ആയിട്ടുള്ള പാർട്ടുകളാണ്. കൂടാതെ നമ്മൾ പറഞ്ഞു സ്പീഡ് ലെയ്ത്തിൽ ആരില്ല, കാരേജ് ഇല്ല, ലീഡ് സ്ക്രൂ ഇല്ല, ഫീഡ് ചേഞ്ച് ഗിയർ ബോക്സ് ഇല്ല, അതുപോലെ ഫീഡ് റോഡ് ഇല്ല. അതെല്ലാം ഏതിലുണ്ടാവും? ഈ എഞ്ചിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്തിൽ ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ടുള്ള എല്ലാ കമ്പോണൻസും ഉണ്ടായിരിക്കും, സച്ച് ആസ് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് കമ്പോണൻസ്. കൂടാതെ എക്സ്ട്രാ വരുന്നത് ആരാണ്? കാരേജ്, ലീഡ് സ്ക്രൂ ആൻഡ് ഫീഡ് ചേഞ്ച് ഗിയർ ബോക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ വേറൊരു വ്യത്യാസം സ്പീഡ് ലെയ്ത്തുമായിട്ട് എന്താണെന്ന് വെച്ചാൽ, സ്പീഡ് ലെയ്ത്തിൽ നമുക്ക് ഓൺലി ഫീഡ് കൊടുക്കാൻ രണ്ട് ഡയറക്ഷനിലും ഫീഡ് കൊടുക്കാൻ കഴിയില്ല. രണ്ട് ഡയറക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫീഡ് കൊടുക്കാൻ കഴിയില്ല. അതിൽ ഫീഡ് കൊടുക്കൽ ഓൺലി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മാത്രമേ സ്പീഡ് ലെയ്ത്തിൽ ഫീഡ് കൊടുക്കാൻ പോസിബിൾ ഉള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് നമ്മുടെ ലെയ്ത്തിൻ്റെ ആക്സിസ് എങ്കിൽ, ലെയ്ത്തിൻ്റെ ആക്സിസ് ഇതാണ് എങ്കിൽ ഈ ആക്സിസിന് പാരലായിട്ട്, ആക്സിസിന് പാരലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രം ടൂളിൻ്റെ മൂവ്മെൻറ്റ്, ടൂളിനെ ഫീഡ് ചെയ്യാൻ, അങ്ങനെ മാത്രമേ ടൂളിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ്. അല്ല ടൂളിനെ നമുക്ക് ഇങ്ങനെ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ടൂളിനെ ഫീഡ് ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് നമ്മൾ ക്രോസ് ഫീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രോസ് ഫീഡും ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡും എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്തിൽ പോസിബിൾ ആണ്. ബട്ട് എവിടെ പോസിബിൾ അല്ല? സ്പീഡ് ലെയ്ത്തിൽ ഈ രണ്ടും പോസിബിൾ അല്ല. സ്പീഡ് ലെയ്ത്തിൽ നമുക്ക് മോസ്റ്റ്ലി പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് മാത്രമാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ഫീഡ് ദ കട്ടിംഗ് ടൂൾ ബോത്ത് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് ഡയറക്ഷൻ വിത്ത് റെഫറൻസ് ടു ദ ലെയ്ത്ത് ആക്സിസ്. ദിസ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്സ് മേ ബി ഗിയർ ഡ്രൈവ് ഓർ ബെൽറ്റ് ഡ്രൈവ്. അതായത് നമ്മൾ പറഞ്ഞു ഹെഡ് സ്റ്റോക്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡിൽ സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ എഞ്ചിൻ ലെയ്ത്തിൽ സെൻട്രൽ ലെയ്ത്തിൽ സാധ്യമാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ആ സ്പീഡുകൾ നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്നല്ലെങ്കിൽ ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട് ആ സ്പിൻഡിലിനെ ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ഒരു മോട്ടോർ വെച്ചിട്ട് ആ മോട്ടോറിൽ നിന്ന് ബൈ ബെൽറ്റ് ആൻഡ് പുള്ളി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സ്പീഡ് കോൺ പുള്ളി യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് മോട്ടോറിൽ നിന്ന് ഒരു ബെൽറ്റ് മോട്ടോറിൽ നിന്ന് ജസ്റ്റ് ഗിയർ ബോക്സ് വഴി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബെൽറ്റ് ഉപയോഗിക്കാം. സ്പീഡ് കോൺ പുള്ളി ഇല്ലാതെ ജസ്റ്റ് ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രൈവ് അവിടെ കിട്ടിയിട്ട് ആ ഡ്രൈവ് ഗിയർ ബോക്സ് വഴി നമ്മളെ സ്പിൻഡിലിന് കൊടുക്കാം. അപ്പോൾ പല രീതിയിൽ ചെയ്യാം. അപ്പം ഈ രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, ബെൽറ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ഗിയർ ഡ്രൈവോ, ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്പിൻഡിലിനെ, ലെയ്ത്തിൻ്റെ സ്പിൻഡിലിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധ്യമാണ്. എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്തിൽ ഓർത്തിരിക്കുക. അപ്പം സ്പീഡ് ലെയ്ത്തുമായിട്ടുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് ബെഞ്ച് ലെയ്ത്ത്. ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലെയ്ത്താണ്. ഇറ്റ്സ് എ സ്മോൾ ലെയ്ത്ത് വിച്ച് ക്യാൻ മൗണ്ടഡ് ഓൺ ദ വർക്ക് ബെഞ്ച്. നമ്മുടെ വർക്ക് ബെഞ്ചിൽ തന്നെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലെയ്ത്തുകളാണ്. നിങ്ങൾ വർക്ക് ബെഞ്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ ബെഞ്ച് വൈസ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് ബെഞ്ചുകളുണ്ട്. അത്തരത്തിലുള്ള വർക്ക് ബെഞ്ചിൽ തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെയ്ത്തുകളാണ് ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അതിൻ്റെ സൈസ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. മറ്റ് ലെയ്ത്തുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ലെയ്ത്തുകളായിരിക്കും അവ. സോ ഇറ്റ് ഈസ് ദേ ആർ യൂസ്ഡ് ടു മേക്ക്, അല്ലെങ്കിൽ അവ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മേക്ക് സ്മോൾ പ്രിസിഷൻ ആൻഡ് ലൈറ്റ് ജോബ്സ്. വളരെ ചെറിയ ബട്ട് നമുക്ക് കുറച്ചും കൂടി ആക്യുറസി കൂടിയ അല്ലെങ്കിൽ പ്രിസിഷൻ കൂടിയ വർക്കുകളും, അതുപോലെ തന്നെ താരതമ്യേന വെയിറ്റ് കുറഞ്ഞിട്ടുള്ള, താരതമ്യേന വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ജോബ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ബെഞ്ച് ലെയ്ത്തുകൾ യൂസ് ചെയ്യാറ്. ഇറ്റ് ഹാസ് പ്രാക്ടിക്കലി all the parts of an engine lathe and it performs all the operations. Its only difference being in the size. അതുള്ളൂ. അതായത് എല്ലാ പാർട്ടും നമ്മളെ എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻട്രൽ ലെയ്ത്തിലുള്ള എല്ലാ പാർട്ടുകളും ബെഞ്ച് ലെയ്ത്തിലും ഉണ്ട്.
അതുപോലെ തന്നെ സെൻട്രൽ ലെയ്ത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ലെയ്ത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ബെഞ്ച് ലെയ്ത്തിൽ ചെയ്യാം. ഓൺലി ഡിഫറൻസ് എന്താണ്? അതിൻ്റെ സൈസിലാണ്. അതൊരു ബെഞ്ചിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ വെയിറ്റ് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ ചെറിയ വർക്കുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നാലാമത്തത് എന്താണ്? ടൂൾ റൂം ലെയ്ത്ത്. ഇറ്റ് ഈസ് സിമിലർ ടു ആൻ എഞ്ചിൻ ലെയ്ത്ത് ഡിസൈൻഡ് ഫോർ ഒബ്റ്റൈനിങ് ആക്യുറസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെയ്ത്താണ് ടൂൾ റൂം ലെയ്ത്ത്. നമ്മൾ സിമിലർ ആണ്, എഞ്ചിൻ ലെയ്ത്തിൻ്റെ അതേപോലെ തന്നെയാണ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ബട്ട് അത് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് അതിനെന്ത് ചെയ്തിട്ടുണ്ടാകും, അതിലെ മെക്കാനിസംസും കാര്യങ്ങളൊക്കെ ഒന്നും ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്തെടുക്കണം. അപ്പം അത്തരം ഏരിയാസിൽ യൂസ് ചെയ്യുന്ന ലെയ്ത്തുകളാണ് ടൂൾ റൂം ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം അത്തരം ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഡൈ കേട്ടിട്ടുണ്ടായിരിക്കും, ടൂൾസ് കേട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ ജിഗ്സ്, ഇത്തരത്തിലുള്ള പ്രിസിഷൻ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറസി കൂടിയിട്ടുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ ഡൈസ്, ജിഗ്സ് ഇവയൊക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂൾ റൂം ലെയ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി ഇത്തരത്തിലുള്ള ടൂൾസുകൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അവയുടെ പ്രിസിഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഹൈ ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് നമുക്കത് യൂസ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രിസിഷൻ കമ്പോണൻസും അതുപോലെ ഡൈസ്, ടൂൾസ്, ജിഗ്സ് തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയയിൽ വരുന്ന കട്ടിങ് ടൂളുകളും ഒക്കെ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവയൊക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂൾ റൂം ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി അതൊരു ടൂൾസ് ഏരിയ അല്ലെങ്കിൽ ടൂളിൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലെയ്ത്ത് ആയതുകൊണ്ടാണ് അതിൻ്റെ ടൂൾ റൂം എന്ന് പ്രത്യേകം പേര് പറയാനുള്ള കാരണം. ഓക്കെ, ദ മെഷീൻ വിച്ച് ഈസ് കോസ്റ്റ്ലിയർ ദാൻ എൻജിൻ ലെയ്ത്ത് ഓഫ് സെയിം സൈസ്. ഒരേ സൈസിലുള്ള എൻജിൻ ലെയ്ത്തും അതേ സൈസിലുള്ള ടൂൾ റൂം ലെയ്ത്തും നിങ്ങൾ എടുത്താൽ ടൂൾ റൂം ലെയ്ത്തിൻ്റെ വില എന്ന് പറയുന്നത് എൻജിൻ ലെയ്ത്തിനെക്കാട്ടും എത്രയോ ചിലപ്പോൾ ഡബിൾ അതിലൊക്കെ ഏറെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവ നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈ പ്രിസിഷൻ വർക്ക്സ് ആണ്. ഹൈ പ്രിസിഷൻ വർക്ക്സ് ആകുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് അതിലെ എലമെൻസുകളൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കണം, നല്ല മെറ്റീരിയൽസ് വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് എന്തായാലും ഈ ലെയ്ത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അതാണ് നാലാമത്തെ ടൂൾ റൂം ലെയ്ത്ത്. ദെൻ 5 ദ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്ത്. ദ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്ത്. ഓക്കെ, ഇത് രണ്ടും രണ്ട് ലെയ്ത്താണ്. ക്യാപ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു ലെയ്ത്തും ഉണ്ട്, ടററ്റ് എന്ന് പറയുന്ന ഒരു ലെയ്ത്തും ഉണ്ട്. ഓക്കെ, ദ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്ത് നിങ്ങൾക്കത് S6 അപ്ലൈ അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു മൊഡ്യൂൾ തന്നെ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്തിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദീസ് ലെയ്ത്ത്സ് ആർ അഡാപ്ഷൻ ഓഫ് ദ എൻജിൻ ലെയ്ത്ത് where the tail stalk is replaced by a hexagonal turret. അതായത് സെയിം സെൻട്രൽ ലെയ്ത്ത് പോലെ അല്ലെങ്കിൽ എൻജിൻ ലെയ്ത്ത് പോലൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതേ ഡിസൈനൊക്കെ തന്നെയാണ്. ബട്ട് ഇവിടെ നമുക്കറിയാം എല്ലാത്തിലും നമുക്ക് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ബേസിക് കമ്പോണന്റ് ഉണ്ടായിരുന്നു. ആ ടെയിൽ സ്റ്റോക്കിനെ, ഈ കാണുന്ന ടെയിൽ സ്റ്റോക്കിനെ നമ്മളെ ക്യാപ്സ്റ്റൺ ലെയ്ത്തിലോ ടററ്റ് ലെയ്ത്തിലോ കാണാൻ കഴിയില്ല. അതിന് പകരം അവിടെ വേറൊരാളാണുള്ളത്, അതിൻ്റെ പേരാണ് ടററ്റ്. ആ ടററ്റ് ഹെക്സഗണൽ ടററ്റ്. ഓക്കെ, ഒരു ഹെക്സഗണൽ ടററ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹെക്സഗണൽ ടററ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 6 ഫേസ് ഉണ്ടായിരിക്കും. ആ 6 ഫേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 ഫേസിലും നമുക്ക് കട്ടിംഗ് ടൂളുകളെ, നമുക്ക് ആവശ്യമായിട്ടുള്ള കട്ടിംഗ് ടൂളുകളെ ആ 6 ഫേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഈ ഒരു മെഷീനിൽ, ഈ ഒരു കമ്പോണൻറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ആദ്യം നമ്മളെന്താ സാധാരണ ചെയ്യുക, ആദ്യം ഫേസിങ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, പ്ലെയിൻ ടേണിങ് ചെയ്യും,
പിന്നെ സ്റ്റെപ്പ് ടേണിങ് ചെയ്യാറുണ്ട്, വേണമെങ്കിൽ ടാപ്പർ ടേണിങ്, ഇതൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ചിലപ്പോൾ ഡ്രില്ല് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റീം ചെയ്യേണ്ടി വരും, ബോറിങ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഈ ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കട്ടിംഗ് ടൂൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. സോറി, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്ത്. അപ്പം ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്തിൽ ആ ടെയിൽ സ്റ്റോക്കിന് പകരം ആരാ ഉണ്ടാവുക, ഒരു എക്സഗണൽ ടററ്റാണ് ഉണ്ടായിരിക്കുക. ആ എക്സഗണൽ ടററ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ 6 ഫേസ് ഉണ്ടായിരിക്കും. ആ 6 ഫേസിലും നമുക്ക് 6 ടൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വഴി നമുക്കിപ്പോൾ ഒരു വർക്ക് പീസിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈത്തിലാണെങ്കിൽ നമ്മൾ എഞ്ചിന് ലെയ്ത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലെയ്ത്ത് ഓഫ് ചെയ്ത് ചിലപ്പോൾ വർക്ക് മാറ്റി വെക്കേണ്ട അവസ്ഥ വരാം. അല്ലെങ്കിൽ ടൂളുകൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി റീപ്ലേസ് ചെയ്ത് വീണ്ടും സെൻറ്റർ ആക്കേണ്ട അവസ്ഥ വരും. അപ്പം അത്തരത്തിലുള്ളൊരു പ്രോബ്ലം എവിടെ വരുന്നില്ല, ക്യാപ്സ്റ്റൺ ലെയ്ത്ത് അല്ലെങ്കിൽ ടററ്റ് ലെയ്ത്തിൽ വരുന്നില്ല. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ടൂൾസുകളെ നമുക്ക് എക്സഗണൽ ടററ്റിൽ ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ടൂൾ പോസ്റ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ടൂൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 6-7-8 ടൂളുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യാപ്സ്റ്റണോ ടററ്റ് ലെയ്ത്തിലോ നമുക്ക് അറ്റ് എ ടൈമിൽ ഫിക്സ് ചെയ്ത് 8-ലധികം ഓപ്പറേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം അങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യേണ്ട, ലെയ്ത്ത് ഓഫ് ആക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പോൾ ടൈം എന്ന് പറയുന്നത് അവിടെ വളരെ മിനിമം, അതായത് ആ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. അതൊരു സെൻട്രൽ ലൈത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെക്കാട്ടും വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്ത്. അതാണ് എഞ്ചിൻ ലെയ്ത്തുമായിട്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ആ എക്സഗണൽ ടററ്റ് ഉണ്ടായിരിക്കും ടെയിൽ സ്റ്റോക്കിൻ്റെ പകരം, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ടൂൾ പോസ്റ്റ് ഓഫ് ദ എഞ്ചിൻ ലെയ്ത്ത് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ക്രോസ് സ്ലൈഡ് വിച്ച് ക്യാൻ ഹോൾഡ് എ നമ്പർ ഓഫ് ടൂൾസ്. അത് നമ്മൾ കാണുന്ന അതേപോലത്തെ ടൂൾ പോസ്റ്റ്, എഞ്ചിൻ ലെയ്ത്തിൽ കാണുന്ന അതേപോലത്തെ ഒരു ടൂൾ പോസ്റ്റ് ആയിരിക്കില്ല ഈ ടററ്റ് ലെയ്ത്തിലോ ക്യാപ്സ്റ്റൺ ലെയ്ത്തിലോ കാണാം. ഒരു ക്രോസ് സ്ലൈഡ് പോലെ അതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, ബെഡിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, ക്രോസ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൂൾ പോസ്റ്റാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ടൂൾസ് അവിടെ ഡിഫറെൻറ്റ് ടൂൾസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, എഞ്ചിൻ ലെയ്ത്തിലാണെങ്കിൽ നമുക്ക് 1-2 ടൂള് ഒക്കെയാണ് മാക്സിമം ആ ടൂൾ പോസ്റ്റിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ അറ്റ് എ ടൈം. ഇപ്പോൾ 4-വേ ടൂൾ പോസ്റ്റുകളൊക്കെ ഉണ്ട്, 4 ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കേസുകളൊക്കെ ഉണ്ട്. ടൂൾ പോസ്റ്റിനെ ടൂൾ പോസ്റ്റുകളുടെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ടൂളൊക്കെ ചിലപ്പോൾ എഞ്ചിൻ ലെയ്ത്തിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്തിൽ ആ ടൂൾ പോസ്റ്റിന് പകരം അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ക്രോസ് സ്ലൈഡാണ്. ക്രോസ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്രോസ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ബെഡിനെ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രോസ് സ്ലൈഡ്. ആ ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ടൂളിനെ ഫിക്സ് ചെയ്യാനുള്ള എലമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അവിടെ കുറച്ച് നമ്പർ ഓഫ് ടൂൾസ് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്സ്റ്റൺ ലെയ്ത്തിലും ടററ്റ് ലെയ്ത്തിലും ഹോൾഡ് ചെയ്യാൻ സാധ്യമാണ്. The advantage is that several different types of operations can be done on a workpiece without resetting work or tools. അതാണ് എന്താ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ലെയ്ത്തിലോ സെൻട്രൽ ലെയ്ത്തിലോ എന്ത് ചെയ്യണം, നമ്മളെ ടൂൾസിനെ അല്ലെങ്കിൽ വർക്കിനെ ഇങ്ങനെ റീസെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ ക്യാപ്സ്റ്റൺ ലെയ്ത്തിലോ ടററ്റ് ലെയ്ത്തിലോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പാർട്സ് വിത്ത് മിനിമം ടൈം. ഒരുപോലത്തെ നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കുറേ പാർട്ടുകൾ അറ്റ് എ ടൈമിൽ കുറേ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരേ ഓപ്പറേഷൻസ് തന്നെയാണ് ആ പാർട്ടിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും വേറെ ടൂളുകളോ വേറെ റീ അറേഞ്ച്മെൻറ്റുകളോ ഒന്നും വരുന്നില്ല. സോ അത്തരത്തിലുള്ള വർക്കുകൾ ഐഡൻറ്റിക്കലായിട്ട് കുറേ നമ്പർ ഓഫ് പാർട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത്
നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തുകൾ നമുക്ക് യൂസ് ചെയ്യാം. സോ മോസ്റ്റ്ലി ഈ ലേത്തുകൾ യൂസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ ഏരിയാസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ലേത്ത് യൂസ് ചെയ്യുക, ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്ത് എന്ന് പറയുന്നത്. ദെൻ 6th വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ലേത്ത് ആണ്. പേരിൽ തന്നെ ഉണ്ട് സ്പെഷ്യൽ പർപ്പസ്. അതായത് ബാക്കി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എഞ്ചിൻ ലേത്ത്, അതുപോലെ തന്നെ ക്യാപ്സ്റ്റൺ ലേത്ത് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ലേത്തുകളിലൊന്നും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റാത്ത ജോബുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലേത്തിൽ കൺവീനിയൻ്റ് ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റാത്ത ജോബുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത്തരം ലേത്തുകളിൽ അതിനെ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനോ പറ്റാത്ത തരത്തിലുള്ള ജോബുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജോബുകൾ ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് പ്രത്യേക തരത്തിലുള്ള ജോബുകൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ലേത്തുകളാണ് സ്പെഷ്യൽ പർപ്പസ് ലേത്ത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ലേത്തിൽ അത്തരത്തിലുള്ള ജോബുകൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോ പർട്ടിക്കുലർ പർപ്പസിനനുസരിച്ചിട്ട്, സ്പെഷ്യൽ പർപ്പസിനനുസരിച്ചിട്ട് അതിനു വേണ്ടി ആ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ലേത്തുകളാണ് സ്പെഷ്യൽ പർപ്പസ് ലേറ്റ്സ്. സോ ദീസ് ടൈപ്സ് ഓഫ് ലേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസസ് ആൻഡ് ഫോർ ജോബ്സ് which cannot be accommodated or conveniently machined on a standard lathe. ഒരു സ്റ്റാൻഡേർഡ് ലേത്തിൽ ചെയ്യാൻ പറ്റാത്ത, കൺവീനിയൻ്റ്ലി മെഷീൻ ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്കതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ജോബ്സുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലേത്താണ് സ്പെഷ്യൽ പർപ്പസ് ലേത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ലേത്തുകൾ ഏതൊക്കെയാണ്? വീൽ ലേത്ത് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് ലേത്താണ്. വീൽ ലേത്ത് മെയിൻലി യൂസ് ചെയ്യുന്നത് ലോക്കോമോട്ടീവ് വീൽസ്, അതുപോലെ തന്നെ റെയിൽ റോഡ് കാറ്, അവയുടെയൊക്കെ ജേർണൽസ് ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ അവയുടെ വീലിൻ്റെ ട്രെഡ് ടേൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. വീൽ ലേത്ത്, വീലിൻ്റെ ജേർണൽ ടേൺ ചെയ്യാൻ. ജേർണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹബ്, ആ സെൻട്രൽ പോർഷൻ, ഓക്കെ, വീലിൻ്റെ സെൻട്രൽ പോർഷൻ, ആ റൊട്ടേറ്റ് നമ്മളെ കണക്ട് ചെയ്യുന്ന, ആക്സിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, അത്തരത്തിലുള്ള ജേർണലിനെ ഫിനിഷ് ചെയ്യാനും അതുപോലെ ട്രെഡ് ടേൺ ചെയ്യാൻ. ട്രെഡ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ്, വീലിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള സർഫസ് ആണ് ട്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്യാനും ടേൺ ചെയ്യാനുമാണ് വീൽ ലേത്തുകൾ യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ലേത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അടുത്തൊരു ലേത്താണ് ഗ്യാപ്പ് ബെഡ് ലേത്ത്. ഗ്യാപ്പ് ബെഡ് ലേത്ത് പേരിൽ തന്നെ ഗ്യാപ്പ് ബെഡ്, അതായത് ബെഡിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുക. അതായത് ആക്ച്വലി നോക്കുക, ഈ സെൻട്രൽ ലേത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കുക, ഇവിടെയാണ് നമ്മുടെ ലേത്തിൻ്റെ സ്പിൻഡിൽ വരുന്നത്, ഇവിടെയാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഈ ബെഡും ഇതും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് മാക്സിമം ഇതിലൂടെ നമുക്ക് വെക്കാവുന്ന വർക്ക് പീസിൻ്റെ അളവ് എന്ന് പറയുന്നത്, വർക്ക് പീസിൻ്റെ ഇതെന്ന് പറയുന്നത് ഈ ഒരു അളവിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് പീസിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ റേഡിയസ് വരാൻ പറ്റില്ല. കാരണം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, അത് ഇവിടെ കിടന്ന് ഈ ബെഡിനെ തട്ടും, അല്ലേ, റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വലിയ വർക്ക് പീസുകളുണ്ടാവും, വലിയ ഡയമീറ്റർ കൂടിയിട്ടുള്ള വർക്ക് പീസുകൾ ഉണ്ടായിരിക്കും. അത്തരം വർക്ക് പീസുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടേൺ ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലേത്താണ് ഗ്യാപ്പ് ബെഡ് ലേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാപ്പ് ബെഡ് ലേത്ത്. ഇവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും, ആ ബെഡ് ലേത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലേത്തിൻ്റെ ബെഡ് എന്ന് പറയുന്നത് റിമൂവബിൾ ആണ്. ഈ ബെഡിൻ്റെ ലേത്ത് എന്ന് പറയുന്നത് എന്താണ്, റിമൂവബിൾ ആണ്. ഓക്കെ, റിമൂവബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആ ബെഡിന് ഉണ്ടായിരിക്കും. എവിടെയായിട്ടുണ്ടായിരിക്കുക, ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ, ഈ സ്പിൻഡിൽ നോസിൻ്റെ തൊട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്ന കുറച്ച് പോർഷനിലുള്ള ബെഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്നിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. റിമൂവബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ടുണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ അത്രയും ഏരിയ, അത്രയും ഇത് ഈ ബെഡ് നിൽക്കുന്ന അത്രയും ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പീസ്, അത്രയും റേഡിയസ് കൂടിയ വർക്ക് പീസ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഒന്നുകൂടി ലാർജ് ആയിട്ടുള്ള വർക്ക് പീസ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള വർക്ക് പീസുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ് എന്ത് ചെയ്യാൻ പറ്റും, സ്പിൻഡിൽ നോസിൻ്റെ ആ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ഓഫ് ബെഡ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള വലിയ വർക്ക് പീസുകളെ എന്ത് ചെയ്യാൻ പറ്റും, ടേൺ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഗ്യാപ്പ് ബെഡ് ലേത്ത്. ഇറ്റ് ഹാസ് എ ബെഡ് വിത്ത് എ റിമൂവബിൾ സെക്ഷൻ അണ്ടർ ദ സ്പിൻഡിൽ നോസ് സോ ദാറ്റ് ലാർജ് വർക്ക് ക്യാൻ ബി സ്വം. ഓക്കെ, ലാർജ് വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിങ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ.
ദെൻ അടുത്തൊരു ലെയ്ത്താണ്, സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്താണ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ലെയ്ത്ത്. ഡ്യൂപ്ലിക്കേറ്റിംഗ് ലെയ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മൾ ആൾറെഡി ഉണ്ടാക്കി വെക്കും. നമുക്ക് ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റിന്റെ അതേ സിമിലർ സൈസിലും ഷേപ്പിലുമുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടെംപ്ലേറ്റിന്റെ അതേ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റിംഗ് ലെയ്ത്തിന്റെ പർപ്പസ്. ആ രീതിയിലാണ് വർക്ക് നടക്കുന്നത്. സോ അത്തരത്തിലുള്ള ലെയ്ത്തുകളാണ് എന്ത് ഡ്യൂപ്ലിക്കേറ്റിംഗ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് കോപ്പിയിലുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. ആ ടെംപ്ലേറ്റിന്റെ അതേപോലെ ആ ടെംപ്ലേറ്റിന്റെ മുകളിലൂടെ ഒരു ട്രേസർ ആ ടെംപ്ലേറ്റിന്റെ ഷേപ്പ് ട്രേസ് ചെയ്യുന്ന ഒരു ട്രേസർ അതിന്റെ മുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ട്രേസറിന് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ലെയ്ത്ത് എന്ത് ചെയ്യും, ഇവിടെ കട്ടിംഗ് ടൂൾ അതിനനുസരിച്ച് നമ്മുടെ ജോബിന്റെ മുകളിലൂടെ ആ ടെംപ്ലേറ്റിന്റെ മുകളിൽ എങ്ങനെയാണോ ട്രേസർ പാസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ജോബിന്റെ മുകളിലൂടെയും ഈ കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോയിരിക്കും. സോ അത്തരത്തിലുള്ള ആ ടെംപ്ലേറ്റിനെ ഡ്യൂപ്ലിക്കേറ്റിംഗ്, അതായത് അതേപോലത്തെ സാധനം വേറെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ത് ഡ്യൂപ്ലിക്കേറ്റിംഗ് ലെയ്ത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെയുള്ളതാണ് മിസൈൽ ലെയ്ത്ത്. മിസൈൽ കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ലെയ്ത്താണ് മിസൈൽ ലെയ്ത്ത്. അനദർ വൺ ആണ് ടീ ലെയ്ത്ത്. ടീ ലെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കുക, എഞ്ചിൻ ലെയ്ത്തിൽ ഇതാണ് ലെയ്ത്തിന്റെ ആക്സിസ്. ബെഡ് കണ്ടോ, ഇവിടെ ബെഡ്. ഈ ബെഡ് ലെയ്ത്തിന്റെ ആക്സിസുമായിട്ട് നോക്കുമ്പോൾ എന്താണ് പാരലൽ ആണ്. എന്നാൽ ടീ ലെയ്ത്തിൽ ബെഡ് എങ്ങനെയായിരിക്കും, ലെയ്ത്ത് ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ബെഡ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ടീ ലെയ്ത്തിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ അതാണ് ടീ ലെയ്ത്ത്. അതൊക്കെ സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തുകളാണ്. നമുക്ക് സാധാരണ ഗതിയിൽ സ്റ്റാൻഡേർഡ് ലെയ്ത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ജോബ്സുകൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തുകൾ. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. പേര് തന്നെ ഉണ്ട്. ദീസ് ആർ ഹൈ സ്പീഡ് ഹെവി ഡ്യൂട്ടി മാസ് പ്രൊഡക്ഷൻ ലെയ്റ്റ്സ് വിത്ത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് കൺട്രോൾ. അതായത് ഹൈ സ്പീഡാണ്, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി, നമുക്ക് വലിയ വർക്കുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. കൂടാതെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ലെയ്ത്തുകൾ യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കൺട്രോൾ, അതായത് വർക്ക് പീസ് ഫിക്സ് ചെയ്ത് ടൂൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചിലപ്പോൾ നമ്മുടെ പരിപാടിയുള്ളൂ. വർക്ക് പീസ് ഫിക്സ് ചെയ്യുക, ടൂൾ ഫിക്സ് ചെയ്യുക. ബാക്കി കംപ്ലീറ്റ് പരിപാടി വർക്ക് പീസ് ഫെഡ് ചെയ്യലും ടൂള് ചേഞ്ച് ചെയ്യുക, ടൂളിനെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഫെഡ് ചെയ്യുക, വർക്ക് പീസിനെ ഡിഫറെൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആര് ചെയ്യും, ഓട്ടോമാറ്റിക് ലെയ്ത്തിൽ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ലെയ്ത്താണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. അപ്പോൾ പൊതുവെ ഹൈ സ്പീഡ് ആയിരിക്കും, ഹെവി ഡ്യൂട്ടി വർക്കുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കൂടുതൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സുകൾ കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കുറേ നമ്പർ ഓഫ് പ്രൊഡക്ട്സുകൾ, ലാർജ് വോളിയം ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാനുഫാക്ചർ ചെയ്തെടുക്കേണ്ട അവസ്ഥ വരും. അവിടെയൊക്കെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ലെയ്ത്തുകൾ യൂസ് ചെയ്യുക. ഇറ്റ്സ് a lathe in which the workpiece is automatically fed. Workpiece എന്താണ്, ഓട്ടോമാറ്റിക്കലി ആണ് ഫെഡ് ചെയ്യുന്നത് ആൻഡ് റിമൂവ്ഡ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ഓപ്പറേറ്റർ. വർക്ക് പീസ് ഫെഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലിയാണ്, അതുപോലെ തന്നെ വർക്ക് പീസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിത്തൗട്ട് ദ യൂസ് ഓഫ് ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ് കൺട്രോളും ആര് നടക്കും, ഓട്ടോമാറ്റിക് ലെയ്ത്ത് നടക്കും. ഇറ്റ് റിക്വയേഴ്സ് വെരി ലെസ് അറ്റൻഷൻ ആഫ്റ്റർ ദ സെറ്റപ്പ് ഹാസ് ബീൻ മെയ്ഡ് ആൻഡ് ദ മെഷീൻ ലോഡഡ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് പീസിനെ ഫെഡ് ചെയ്ത് കൊടുക്കണം, വർക്ക് പീസിനെ ഫിക്സ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സ്പിന്നിലോ ചെക്കിലോ അവിടെ എന്തെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. അതുപോലെ ടൂൾ ഏതാണെന്ന് സെലക്ട് ചെയ്ത് ടൂളിൻ്റെ സെറ്റപ്പ് ഒക്കെ കൃത്യമായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വൺസ് ദ വർക്ക് എല്ലാം സെറ്റായി മെഷീൻ ഓൺ ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ഭാഗത്തേക്ക് പോയി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഫീഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്യേണ്ടി വരും. കൃത്യമായിട്ടുള്ള ഫീഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ സെറ്റ് ചെയ്യുക, അത് എത്രയാണോ കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മെഷീനെ പറഞ്ഞു കൊടുക്കണം. അത് മെഷീൻ ഓട്ടോമാറ്റിക് അറിയുന്നില്ല, അത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്താൽ കംപ്ലീറ്റ് കൺട്രോൾ ആര് ചെയ്യും, നമ്മുടെ ലെയ്ത്ത് ചെയ്യും. അതുപോലെ ആഫ്റ്റർ മെഷീനിങ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പീസിനെ മേ ബി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ ലെയ്ത്ത് തന്നെ എന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്തിട്ട് ആ മാർക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് പീസിനെ അവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഓക്കെ,
അത് അങ്ങനെ സെറ്റപ്പ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ആൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യേണ്ട, വളരെ കുറഞ്ഞ അറ്റൻഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഈ സൈക്കിൾ എന്ത് ചെയ്യും, ദിസ് സൈക്കിൾ ഈസ് റിപ്പീറ്റഡ് ഓട്ടോമാറ്റിക്കലി ടു കംപ്ലീറ്റ് ദ നെക്സ്റ്റ് ജോബ്. അപ്പോൾ അടുത്ത ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു മാസ് പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരേ കൈൻഡ് ഓഫ് ജോബ് തന്നെയാവും ആ ലെയ്ത്ത് എന്ത് ചെയ്യുന്നത്, അതിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ജോബിന് വേണ്ടിയിട്ട് ഇതേ സൈക്കിൾ തന്നെ എന്ത് ചെയ്യും, ഈ ഓട്ടോമാറ്റിക് ലെയ്ത്തിൽ അതേപടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതേ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് ആൻഡ് ഹെവി ഡ്യൂട്ടി ലെയ്ത്താണ്. കംപ്ലീറ്റ് കൺട്രോളും ഓട്ടോമാറ്റിക് ആണ്. വൺസ് നിങ്ങൾ മെഷീനിലേക്ക് വർക്കിനെയും ടൂളിനെയും സെറ്റ് ചെയ്ത് ടൂളിൻ്റെ ഫീഡും വർക്കിൻ്റെ സ്പീഡും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് അവിടേക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫർദർ അറ്റൻഷൻ വളരെ കുറവാ മതി ആ മെഷീനിന്. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെയിൻ്റനൻസ് വർക്കുകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാം. ദെൻ ആഫ്റ്റർ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വർക്ക് ഒരു ജോബ് കഴിഞ്ഞാൽ ആ ജോബ് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് മാറ്റും. മെഷീൻ തന്നെ അത് കട്ട് ചെയ്തിട്ട് മാറ്റും. എന്നിട്ട് അടുത്ത റോ മെറ്റീരിയൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരും. കാരണം അവിടെ ആൾറെഡി നമ്മൾ ഫെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്ക് പീസ് നമ്മളവിടെ ഫെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും വരും. ആ വർക്ക് പീസ് ഓട്ടോമാറ്റിക്കലി വീണ്ടും വരും. അതാണ് പറയുന്നത് ലെയ്ത്ത് ഇൻ വിച്ച് ദ വർക്ക് പീസ് ഈസ് ഓട്ടോമാറ്റിക്കലി ഫെഡ്. ആ വർക്ക് പീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അടുത്ത ജോബ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും, ഫിനിഷ് ചെയ്യും. അത് കഴിയും, നെക്സ്റ്റ് വീണ്ടും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് പീസ് ഓട്ടോമാറ്റിക്കലി ആ മെഷീൻ എന്ത് ചെയ്യും, ഫെഡ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. നമുക്ക് ആ ജോബിനെ എന്ത് ചെയ്യുന്നു, അതിന് റിമൂവ് ചെയ്യുന്നു. അവിടെ ഒന്നും നമ്മൾ ആരും വേണ്ട, ഓപ്പറേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. എപ്പോഴാണോ നമ്മൾ ഫെഡ് ചെയ്തിട്ടുള്ള ആൾറെഡി കൊടുത്തു വെച്ചിട്ടുള്ള വർക്ക് പീസ് തീരുന്നത് ആ സമയത്ത് നമ്മൾ ചെല്ലേണ്ടി വരും. അതുപോലെ ഏതെങ്കിലും സ്പീഡുകളോ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ അളവ്, നമ്മൾ കൊടുക്കുന്ന കട്ടിംഗ് ടൂളിൻ്റെ ഫീഡിൻ്റെ അളവ്, ഡെപ്ത് ഓഫ് കട്ട്, അതൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരുന്ന അവസ്ഥയിൽ അന്നേരമൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ മെഷീൻ്റെ അടുത്ത് പോയി ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഇത് 7 മാർക്കിനെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ 7 മാർക്കിന് 6 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്. അതുപോലെ ഇതിൻ്റെ പേര് നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കുക. ചിലപ്പോൾ അത് 2 മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, ഈ പേര് മാത്രം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു.